ഓക്കെ ഗേസ്, അപ്പൊ നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ഗെയിമില്ലേ, ഈ ഗെയിമിലും ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കാ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് വന്നേക്കാ. ഈ കാണുന്ന ഗെയിമില്ലേ, ഇതിലൊരു പുതിയ ട്രെയിൻ വന്നു. അവിടെ മുമ്പിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ കാർ ഷോറൂം ഇല്ലേ, അതിൻ്റെ ബാക്കിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഇത് പിന്നെ വലിയൊരു സ്റ്റേഷനാ. ഇതിൻ്റെ പേരും തൊട്ട് ITA സെൻട്രൽ, അതാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാ. ഈ സ്റ്റേഷനിൽ പിന്നെ 2-3 ട്രാക്ക് ഉണ്ട്, 4 ട്രാക്ക് ഉണ്ട്. പക്ഷേ ഒരു ട്രാക്കിൽ മാത്രമേ ട്രെയിൻ ഓടുള്ളൂ. ഇവിടെ പിന്നെ മറ്റേ ഫുട് ഓവർ ബ്രിഡ്ജും ഉണ്ട്. നമുക്കൊന്ന് നടക്കാനും പറ്റും, വണ്ടി ഓടിച്ച് പോകാനും പറ്റും. അല്ല, ഇതെന്തത്? ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോവാണല്ലോ. അയ്യോ നിക്ക്, ആള് കയറാണ്ട്, പോവല്ലേ പോവല്ലേ. ഓ, ഇതിപ്പോൾ എന്തായി? ട്രെയിൻ മിസ്സായില്ലോ. അല്ല, നമുക്ക് ആ ട്രെയിനിൽ കയറാൻ പറ്റുമോ? അതെനിക്കറിയില്ല ഏട്ടാ. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമില്ലേ, അതിൽ നമുക്ക് ട്രെയിൻ ഓടിക്കാൻ പറ്റും. ഇതിലും ഓടിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എന്തുട്ടായാലും നോക്കി നോക്കാം. ആ ട്രെയിന് ഏതായാലും ഇങ്ങോട്ടേക്ക് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇത് കണ്ടില്ലേ, മാപ്പിൽ നോക്കാൻ പറ്റുണ്ടാ നമ്മുടെ ട്രെയിൻ എവിടെയാന്ന്. എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ പോണേ. ഈ ട്രെയിനിന് സ്പീഡില്ലേ, ഇച്ചിരി സ്പീഡിൽ പൊക്കൂടെ. ഇനി കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഈ ഗെയിമിൽ പിന്നെ നമുക്ക് NPCനെ സ്പോണാക്കാൻ പറ്റും. സൈഡിൽ ITA മെനു ഇല്ലേ, അത് വെച്ച് NPCനെ സ്പോണാക്കാം. ഇതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇതുണ്ടല്ലേ, ഞാനിവിടെ ഷിൻചാനെ സെലക്ട് ചെയ്തു. അന്നേരം എൻ്റെ മുമ്പിൽ ഷിൻചാൻ സ്പോണായി. ഇനിയിപ്പോൾ അവനെ എൻ്റെ പിന്നാലെ വരും. यात्रीगण कृपया ध्यान दीजिए, ट्रेन नंबर 12100 ITA सुपरफास्ट एक्सप्रेस कुछ ही समय में प्लेटफॉर्म क्रमांक 1 पर आने वाली है. ഗൈസ്, ഇതുണ്ടല്ലേ, ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. അതും ഏതായാലും നൈസായി ഉണ്ട്. ഇവിടെ ഇപ്പോൾ ട്രെയിൻ വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്കേ ഈ ട്രെയിനിൽ കയറാം. അയ്യോ, ഷിൻചാൻ പോയില്ലോ. അവൻ നേരെ ട്രെയിനിൻ്റെ അടിയിൽ പോയി. എന്തെങ്കിലും ആവട്ടെ. ഓ, നമുക്ക് ട്രെയിനിൻ്റെ ബോഗിയിൽ കയറാൻ പറ്റും കേട്ടാ. നമുക്ക് പാസഞ്ചറായിട്ട് പോകാൻ പറ്റും. ടോയ്ലറ്റിൽ കയറാൻ പറ്റുമോ? കയറാണ്ടിരിക്കണത് നല്ലത്. ഈ ട്രെയിന് പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാ. ഈ ബെർത്തിന് മേലെ കയറാൻ പറ്റണില്ല. ഇത് പിന്നെ സ്ലീപ്പർ കോച്ചാണ്, ഇതിൽ AC കോച്ചൊന്നുമില്ല. നമുക്ക് അപ്പുറത്തെ ബോഗിയിലും കയറാൻ പറ്റും. ചേട്ടന്മാരെ, എങ്ങോട്ടേക്കാ പോണേ? എന്തൊന്നും മിണ്ടാണ്ടിരിക്കണേ, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് പോവാം. ഇവരെന്താണോ ഒന്നും മിണ്ടണില്ല. ഓക്കെ, നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇവിടുന്ന് എടുത്തേക്കാണ് കേട്ടാ. പ്ലാറ്റ്ഫോം നമ്പർ 1ൽ നിന്ന് എടുത്തു. ഞാൻ പിന്നെ ഡോറിൻ്റെ അടുത്ത് നിൽക്കണേ. റിയൽ ലൈഫിലും ഇങ്ങനെ നിൽക്കാറുണ്ട്. അങ്ങനെ ആരും നിൽക്കൊന്നും വേണ്ട, വീണാലേ കൈയും കലോടിയും, റിസ്ക് എടുക്കണ്ട. എന്തിട്ടായാലും ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. ബാക്കിൽ പിന്നെ എൻ്റെ വീടൊക്കെ കാണാണ്ട്. എൻ്റെ വീടിൻ്റെ മേലെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ഞാൻ പിന്നെ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. TTR വരുന്നില്ലല്ലോ. ഇതിൽ TTR ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് NPCനെ സ്പോണാക്കാൻ പറ്റുമോ? നമുക്ക് നോക്കി നോക്കാം. ഹൾക്കിനെ സെലക്ട് ചെയ്യാം. അതിങ്ങോട്ടേക്ക് പോയേ. ഞാൻ ഹൾക്കിനെ സ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൾക്ക് ബാക്കിലേക്ക് തെറിച്ചു പോയി. എടാ ഹൾക്കേ, നീ എവിടെയാ? അവൻ മിക്കവാറും പുറത്തേക്ക് തെറിച്ചു പോയിണ്ടാവും. ഇവിടെ ട്രെയിനിലൊന്നും കാണാനില്ല. ശരി, നമുക്കപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് NPCനെ സ്പോണാക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. പിന്നെ നമുക്ക് ട്രെയിന് ഓടിക്കാൻ പറ്റും കേട്ടാ. ഓടിക്കാനും പറ്റും, പാസഞ്ചറായിട്ട് പോകാനും പറ്റും. രണ്ടും ചെയ്യാൻ പറ്റും. ആ ഡോറിൻ്റെ ചിഹ്നല്ലേ, അതമർത്തിയാൽ മതി. അന്നേരം നമ്മൾ ട്രെയിനിൽ കയറും. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് ഈ അപ്ഡേറ്റിൽ വന്നേ. ഈ റെയിൽവേ സ്റ്റേഷൻ വന്നു. സംഭവം നൈസായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ NPCനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ, അത് മുന്നിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.